വെൽക്കം ബാക്ക് ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്. നമുക്കിന്നൊരു ഏഞ്ചൽ മെസ്സേജസ് കൂടി നോക്കാം. അതായത് നിങ്ങളുടെ കരിയർ, പിന്നെ ഫിനാൻസ്, റിലേഷൻഷിപ്പ്, ഇത് മൂന്നും കൂടിയാണ് ഇതിനകത്ത് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് ഫൊർഗീവ്നെസ് എന്നൊരു കാർഡാണ്. എന്താണ് ഫൊർഗീവ്നെസ്? നിങ്ങൾ ക്ഷമിക്കാൻ പഠിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കൂ എന്ന് പറയുന്നു. നിങ്ങൾ ആരോടോ ക്ഷമിക്കേണ്ട കാര്യങ്ങളുണ്ട്, മാപ്പ് കൊടുക്കേണ്ട കാര്യമൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ എന്തോ ഒരു വിഷയം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചെയ്യൂ എന്ന് കൃത്യമായി നിങ്ങളോട് പറയുന്നു. രണ്ടാമത് കിട്ടിയിരിക്കുന്ന കാർഡ് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് എന്ന് പറയുന്നു. അപ്പം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് പ്രാർത്ഥന വളരെ ഗുണം ചെയ്യും. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം കേട്ടോ, അതൊരു കാര്യമുണ്ട്. ചുമ്മാ ഞാൻ കുറേ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്നെ വഴിപാടുകൾ നടത്തിക്കൊള്ളാം എന്നൊന്നുമല്ല. നമ്മളുടെ ഹൃദയം തട്ടി ഈശ്വരനോട് നമ്മൾ നേരിട്ട് പ്രാർത്ഥിക്കണം. നമുക്കവിടെ ഇടനിലക്കാരുടെ ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മെഡിറ്റേഷൻ അതിന് നല്ലൊരു പോംവഴിയാണ്. നിങ്ങൾ നേരിട്ട് സംസാരിക്കൂ, മെഡിറ്റേഷൻ ചെയ്യൂ. മെഡിറ്റേഷനിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും എപ്പോൾ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് റിസൾട്ട് വരുമെന്ന് പറയുന്നുണ്ട്. നോ നീഡ് ടു വറി. നിങ്ങൾക്ക് വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല, അല്ലെങ്കിൽ വറി ചെയ്യേണ്ട യാതൊരു ആവശ്യങ്ങളും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. എന്ത് വിഷയമായിക്കോട്ടെ, നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കൂ, മെഡിറ്റേഷൻ ചെയ്യൂ, മാനിഫെസ്റ്റേഷൻ ചെയ്യൂ. അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല നല്ല റിസൾട്ടുകൾ നമുക്ക് സ്വയം അനുഭവിക്കുവാൻ കഴിയും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.